ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള ഒരു സീരീസിൻ്റെ പാർട്ട് 32 വീഡിയോ ആയിട്ടാണ്. സോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 79/2022 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതൊരു ആനുവൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇനി എഴുതാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ അതേ സിലബസിൽ ചോദിച്ച ഒരു പരീക്ഷയായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു ചോദ്യപേപ്പർ മലയാളത്തിലായിരുന്നു. പക്ഷേ നമുക്ക് ചോദ്യം കിട്ടിയാൽ മതി അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ എക്സാം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടണം. ഓക്കെ, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് താഴെ ഇനി വീണ്ടും കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ. അതായത് സാർ മലയാളത്തിലായിരിക്കുമോ? ഈ കഥ മുഴുവൻ അറിയാതെ ഈ ഒരു വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാണെന്ന്. അതേപോലെ എന്താണ് ഈ ഒരു സീരീസിൽ ഉൾപ്പെട്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ചാനലിൽ ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നിരവധി ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്നൊരു പ്ലേലിസ്റ്റാണ്. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സീരീസ് ഫോളോ ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വോൾട്ട് മീറ്റർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻസൊക്കെ മലയാളത്തിലാണുള്ളത്. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിന് ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് മീറ്റർ ആയിട്ടാണ് നമ്മൾ വോൾട്ട് മീറ്ററിനെ കൺസിഡർ ചെയ്യുക അല്ലേ? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടില്ല പറയാം. ഒന്ന് ഇൻഡിക്കേറ്റിംഗ്, ദെൻ അടുത്ത് പറഞ്ഞേ ഇൻ്റഗ്രേറ്റിംഗ്, ദെൻ നെക്സ്റ്റ് റെക്കോർഡിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അല്ലേ? അടുത്തത് റെക്കോർഡിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ്. അതിൽ ഇൻഡിക്കേറ്റിംഗ് നമ്മൾ സാധാരണ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ദെൻ വാട്ട് മീറ്റർ അല്ലേ? ഇതൊക്കെയാണ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പം എനർജി മീറ്റർ. ഓക്കെ, എനർജി മീറ്റർ. ദെൻ അടുത്ത എക്സാമ്പിൾ ആംബിയർ അവർ മീറ്റർ കേട്ടോ. നമ്മുടെ ബാറ്ററീൻ്റെ ഒക്കെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് ആംബിയർ അവറിലാണല്ലോ. അതെന്താണ്? അതും ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്? എനർജി മീറ്റർ അല്ലേ, കിലോ വാട്ട് അവർ മീറ്റർ എന്ന് പറയും അല്ലെ, എനർജി മീറ്റർ, ദെൻ ആംബിയർ അവർ മീറ്റർ. ദെൻ റെക്കോർഡിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ സാധാരണ പറയാം XY പ്ലോട്ടർ അല്ലേ, XY പ്ലോട്ടർ. അതൊക്കെയാണ് റെക്കോർഡിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്ത് ചെയ്യുക? നോട്ട് എഴുതിയെടുക്കുക. ഓൾറെഡി ചെയ്തതായിരിക്കും. നമ്മൾ ഫസ്റ്റ് സീരീസിലെ ഒരു 10 വീഡിയോസ് ചെയ്യുമ്പം തന്നെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. വോൾട്ട് മീറ്റർ അപ്പം ഏതിലാണ് പെടുക? വോൾട്ട് മീറ്റർ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? താഴെ പറയുന്ന ഏത് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ആണ് മൾട്ടിപ്ലെയർ ഉപയോഗിച്ച് ഉപകരണത്തിന് അളക്കാവുന്ന പരിധി വർദ്ധിപ്പിക്കുന്നത്? ഓക്കെ, അതായത് ഏത് ഇൻസ്ട്രുമെൻറ്റിനാണ് നമ്മൾ മൾട്ടിപ്ലെയർ യൂസ് ചെയ്യുക? അതാണ് ചോദ്യം. വളരെ എളുപ്പമാണ്. ട്രാൻസ്ഫോമർ, വോൾട്ട് മീറ്റർ, ഫ്രീക്വൻസി മീറ്റർ, ഓം മീറ്റർ. ഇവിടെ അമ്മീറ്റർ കൂടി തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അല്ലേ? ഓക്കെ, ഇവിടെ അമ്മീറ്റർ തന്നിട്ട് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ബി ആണ്. എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്? സോ വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷൻ അല്ലേ, റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും അല്ലേ? ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് നമുക്ക് പോസിബിൾ ആണ്? അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. സപ്പോസ് ഒരു 1 വോൾട്ടൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മീറ്റർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 100 വോൾട്ടൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു സ്പെസിഫൈഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ആ സീരീസ് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്ലയർ കേട്ടോ, മൾട്ടിപ്ലയർ. സോ വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്നൊക്കെ പറയും. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി അമ്മീറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഒരു അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട്, ഓക്കെ, ഫോർ ദി റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് എൻ അമ്മീറ്റർ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ കണക്ട് എ small value of resistance, okay, small value of
റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് ദി മീറ്റർ. ഓക്കെ, ഇൻ പാരലൽ വിത്ത് ദി മീറ്റർ. ആ സ്മോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നവർ ഷണ്ട് എന്നാണ് കേട്ടോ. ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയും കേട്ടോ. അമ്മീറ്റർ ഷണ്ട് എന്ന് പറയും. സോ വി ആർ കണക്ടിങ് എ സ്മോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ വി ആർ ഷണ്ടിങ് ദാറ്റ് അമ്മീറ്റർ എന്ന് പറയും കേട്ടോ. ഒരു അമ്മീറ്റർ ഉണ്ടെങ്കിൽ ഒരു സ്മോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് നമ്മളിങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? യെസ്, അമ്മീറ്ററിൽ കൂടി അതേ കറണ്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുക, പക്ഷേ ബാക്കി എമൗണ്ട് ഓഫ് കറണ്ട് ഈ മീറ്ററിൽ കൂടി, ഈ റെസിസ്റ്റൻസിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. സോ ടോട്ടൽ അമ്മീറ്ററിൽ കൂടി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യും. വോൾട്ട് മീറ്ററിൻ്റെ കേസിലോ, ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, അതിന് സീരീസ് ആയിട്ടൊരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസിന് അക്രോസും വോൾട്ടേജ് മെഷർമെൻറ്റ് ഉണ്ടാവും. സോ എക്സ്ട്രാ ആയിട്ട് വരുന്ന, ഇപ്പോൾ ഒരു 1 വോൾട്ട് ആണ് ഞാൻ പറഞ്ഞു അല്ലേ, മീറ്ററിന് അക്രോസ് 1 വോൾട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷേ ബാക്കി 99 വോൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസിസ്റ്ററിന് അക്രോസ് കൊടുക്കാം. സോ ടോട്ടൽ റേഞ്ച് എക്സ്റ്റെൻഡ് ആയി. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സീരീസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു. ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും. ചെയ്തിട്ടില്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോവാം. ട്രാൻസ്ഫോമറിൻ്റെ പരിമാണം ഏത് യൂണിറ്റിലാണ്? ഓക്കെ, ഇത് മലയാളം അറിയില്ലെങ്കിൽ കൂടി അതിൻ്റെ ഓപ്ഷൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ആർക്കും അതിൻ്റെ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാവും. ട്രാൻസ്ഫോമർ ഏതിലാണ് നമ്മൾ റേറ്റ് ചെയ്യുക അല്ലേ? റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ഏത് രീതിയിലായിരിക്കും അല്ലേ? എന്താണ്? KVA-യിലാണ് നമ്മൾ റേറ്റ് ചെയ്യുക. ഓക്കെ, KVA-യിലാണ് റേറ്റ് ചെയ്യുക. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. അതുകൊണ്ട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ദി റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ വിൽ ബി ഇൻ എന്താണ്? കിലോ വോൾട്ട്, കിലോ വാട്ട്, വാട്ട്സ്, കിലോ വോൾട്ട് ആംബിയർ. എന്താണ്? KVA അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? യെസ്. പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡാമ്പിംഗ് രീതി ഏതാണ്? പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ PMMC അല്ലേ? PMMCയിലെ ഡാമ്പിംഗ് ഏതാ? യെസ്, എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. നമുക്കറിയാം എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. അപ്പോൾ ആൻസർ നോക്കിയിട്ട് പറഞ്ഞേ. വായു പ്രതിരോധ ഡാമ്പിംഗ്. ഇതെന്താ? ഇത് എയർ ഫ്രിക്ഷൻ ആണ് കേട്ടോ. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണിത്. ദ്രാവക പ്രതിരോധ ഡാമ്പിംഗ് അതെന്താ? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണ്. ദെൻ ചുഴിധാര ഡാമ്പിംഗ് എന്ന് പറയുന്നത് എന്താ? അത് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരും, നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പെർമനൻറ്റ് മാഗ്നറ്റിൽ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണെന്ന് അറിയാമല്ലോ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ മാത്രം കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ PMMC ഇൻസ്ട്രുമെൻറ്റ്, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്, ഇൻഡക്ഷൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോവാം. ട്രാൻസ്ഫോമറിലേക്കുള്ള ലോഡ് കുറയുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് ച്യുതി സംഭവിക്കുന്നത്? അതായത് ട്രാൻസ്ഫോമറിലേക്കുള്ള ലോഡ് കുറയുന്ന സമയത്ത് താഴെ പറയുന്നവയിൽ ഏതാണ് കുറയുന്നത് കേട്ടോ. ഏത് ലോസ് ആണ്? കുറേ ലോസുകളാണ് ഞാനിവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഏത് ലോസ് ആയിരിക്കും കുറയുക? ഓക്കെ, അപ്പോൾ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ലോഡ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലോസ് ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? നമുക്ക് കോർ ലോസ്, കോപ്പർ ലോസ് ഉണ്ട്, കോർ ലോസ് ഉണ്ട് അല്ലേ? ഓക്കെ, കോർ ലോസ് എന്ന് പറയുന്നത് അത് നോ ലോഡ് ലോസ് ആണ്. ഓക്കെ, നോ ലോഡ് ലോസ് ആണ് കോർ ലോസ് എന്ന് പറയുന്നത്. കോപ്പർ ലോസോ നമ്മളെപ്പോഴും ഡിഫൈൻ ചെയ്യുക, ഫുൾ ലോഡ് കോപ്പർ ലോസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവും അല്ലേ? ഫുൾ ലോഡ് കോപ്പർ ലോസ് കണ്ടുപിടിക്കുന്നുണ്ടാവും. ദെൻ ലോഡിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ കോപ്പർ ലോസ് വേരി ചെയ്യും. സപ്പോസ് നോ ലോഡിലാണെങ്കിൽ അത് 0 ആയിരിക്കും. ഓക്കെ, നോ ലോഡിലാണെങ്കിൽ 0 ആയിരിക്കും. ഇത് കോപ്പർ ലോസ് 0 ആയിരിക്കും. ദെൻ ലോഡ് കൂടുന്തോറും ഫുൾ ലോഡിൽ വരുന്ന സമയത്ത് അത് മാക്സിമം ആയിരിക്കും അല്ലേ? യെസ്. സോ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലോസ് ഏതാ? കോപ്പർ ലോസ്, കോപ്പർ നഷ്ടം. ഓക്കെ, അതൊന്നും വിഷയമാക്കണ്ട. നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി കോർ ലോസിൽ എന്തൊക്കെയാണ് വിടുക? ഫിക്സഡ് ലോസ് ആയിട്ട് വരുന്നതാണല്ലേ കോർ ലോസ്. സോ അവിടെ അയൺ ലോസ് പ്ലസ് ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ്. ആ ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ലോസസ് എന്ന് പറയും. ഓക്കെ, അത് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊക്കെ വായിച്ച് പഠിക്കുക. ഓക്കെ, യെസ്. സോ കോർ ലോസിനകത്ത് വരുന്നതാണ് ഹിസ്റ്റീരിസിസ് ലോസും എഡ്ഡി കറന്റ് ലോസും. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് വൺ, എക്സ്പ്ലോഷൻ വെന്റിലെ ഉരോധര ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? ട്രാൻസ്ഫോമറിൻ്റെ ഒരു പാർട്ടാണ് എക്സ്പ്ലോഷൻ വെന്റ്.
ഓക്കെ, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ എക്സ്പ്ലോഷൻ വെൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ക്യാപ്പ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഗ്ലാസ് മെയ്ഡാണ് കേട്ടോ, ഗ്ലാസ് മെയ്ഡാണ്. ട്രാൻസ്ഫോമറിൻ്റെ നോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ട്രാൻസ്ഫോമറിൻ്റെ ഇൻറ്റേർണൽ പ്രൊട്ടക്ഷൻ, ബക്കോൾസ് റിലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എക്സ്പ്ലോഷൻ വെൻറ്റിൻ്റെ ഒരു നോട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ നോട്ട് തന്നെയാണ്. ഇറ്റ് ഈസ് എ പ്രഷർ റിലീസ് ഡിവൈസ് ഫിറ്റഡ് ടു ദി ട്രാൻസ്ഫോമർ. The mouth of the explosion pipe is tightly closed using either a thin glass or laminated sheet. If by any chance the transformer is overheated either due to short circuited or sustained overload, the gases produced inside the transformer tank creates tremendous pressure which may damage the tank. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്യും കേട്ടോ. ഓൺ ദി അതർ ഹാൻഡ് ദി പ്രഷർ ബിൽഡ് ഇൻസൈഡ് ദി ട്രാൻസ്ഫോമർ മേ ബ്രേക്ക് ദി ഗ്ലാസ് or laminated diaphragm of the explosion pipe and thereby the tank can be saved from the total damage. സോ അതിനൊരു സേഫ്റ്റി വാൾവാണ്, എക്സ്പ്ലോഷൻ വെൻറ്റ് പറയുന്ന ഒരു സേഫ്റ്റി വാൾവാണ്. അത് ഗ്ലാസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്ത് അത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സിലിക്ക പറയുന്നത് നമ്മുടെ ബ്രീത്തറിൽ യൂസ് ചെയ്യുന്നതാണ് സിലിക്ക കേട്ടോ, സിലിക്ക ജെല്ല്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫോമർ ബ്രീത്ത് ചെയ്യുന്നത് ത്രൂ ബ്രീത്തറാണ്. ആ ബ്രീത്തറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സിലിക്ക ജെല്ലാണ്. അതിൻ്റെ കളറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂവിൽ നിന്ന് പിങ്കിലേക്ക് കളർ ചേഞ്ച് ചെയ്യും. അത് എന്താ പറയുക, കൂടുതൽ യൂസ്ഡായി അല്ലെങ്കിൽ പഴക്കം ചെല്ലുന്ന സമയത്ത് കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രാൻസ്ഫോമർ ദ്രാവകം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? ഓക്കെ, ട്രാൻസ്ഫോമറിൽ നമ്മൾ ദ്രാവകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോമറിലെ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കേട്ടോ. ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പർപ്പസ് എന്താണ്? എന്തിനാണ്? യെസ്, അത് കൂളിംഗ് പർപ്പസിനും അതേപോലെ ഇൻസുലേറ്റർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്താ കൂളിംഗ് എന്ന് പറയുമ്പോൾ തണുപ്പിക്കൽ, ദെൻ വൈദ്യുതി രോധനം. ഈ രോധനം ഇത് കരച്ചിലാണ് കേട്ടോ, ഇത് കരച്ചിലാണ്. രോധനമാണ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി കേട്ടോ. പ്രതിരോധം എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഓക്കെ, അതാണ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. തണുപ്പിക്കലും വൈദ്യുതി രോധനവും. ഓക്കെ, കൂളൻ്റ് പർപ്പസും കൂളിംഗ് പർപ്പസും അതേപോലെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ട്രാൻസ്ഫോമർ ഓയിലിന് ഉള്ളത്. ഓക്കെ ആണല്ലോ? യെസ്. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിൽ. ഓക്കെ, ദി സ്കെയിൽ ഓഫ് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ലീനിയർ അല്ലേ? ലീനിയർ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ്? മൂവിംഗ് കോയിലും ഉണ്ട്, മൂവിംഗ് അയേൺ ഇൻസ്ട്രുമെൻറ്റും ഉണ്ട്. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. മൂവിംഗ് അയേണിൻ്റെ കേസിൽ തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. സോ ഹിയർ ദി സ്കെയിൽ ഓഫ് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ലീനിയർ അല്ലേ? ലീനിയർ സ്കെയിലാണ്. സോ പി എം എം സിൻ്റെ ഒക്കെ സ്കെയിൽ ലീനിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദെൻ മൂവിംഗ് അയേൺ സ്കെയിലിൻ്റെ കേസിലോ അവിടെ തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് എ നോൺ ലീനിയർ സ്കെയിൽ, അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ഇറ്റ് ഈസ് എ സ്ക്വയേർഡ് സ്കെയിൽ അല്ലെ? സ്ക്വയേർഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഇവിടുത്തെ ആൻസർ എന്താ? മൂവിംഗ് കോയിൽ രേഖീയമായത് കേട്ടോ, അതാണ് ലീനിയർ. ഓക്കെ, ഇത് ലീനിയർ ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താ? ലീനിയർ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ്. വക്രീകരിച്ചത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? നോൺ ലീനിയർ ആണ് കേട്ടോ, നോൺ ലീനിയർ ആണ്. ഇനി ലോഗരിതമിക്, അതിനവർക്ക് വേറെ മലയാളം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വൈദ്യുത അളവ് ഉപകരണങ്ങളിൽ നിയന്ത്രണ ചുഴറ്റുബലം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സ്പ്രിങ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് പദാർത്ഥം കൊണ്ടാണ്? ഓക്കെ, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസിൽ ചുഴറ്റുബലം, ഓക്കെ, അതായത് കൺട്രോളിംഗ് ടോർക്ക് കേട്ടോ, കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു സ്പ്രിങ് കൊടുക്കും അല്ലേ? ആ സ്പ്രിങ്ങിൻ്റെ മെറ്റീരിയൽ എന്താണെന്നാണ് ചോദിച്ചത്. ഈ ചോദ്യം വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫോസ്ഫർ ബ്രോൺസ് നമുക്ക് ആൻസർ ചെയ്യാം, കാരണം അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്പ്രിങ് ഈസ് മെയ്ഡ് ഓഫ് ഫോസ്ഫർ ബ്രോൺസ് എന്ന് നമ്മൾ കുറേയധികം പഠിച്ചതാണ് അല്ലേ? ഫോസ്ഫർ ബ്രോൺസ് അല്ലേ? യെസ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതാണ്? സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഫാരഡേസ് നിയമം, ക്ലോക്ക് നിയമം. സെൽഫ് ഇൻഡക്ഷൻ ആണ് ഏതിൻ്റെത്? നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ. ദെൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ കേട്ടോ. ഇവിടെ ഓട്ടോ ട്രാൻസ്ഫോമർ ആയ സ്ഥിതിക്ക് അത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. സോ 10 ചോദ്യങ്ങളാണ്. 10 ചോദ്യങ്ങളും മെഷീൻസ് മെഷർമെൻറ്റിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം?
ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ്, അതുകൊണ്ടാണ് കുറച്ച് ടഫായത്. നിങ്ങൾ അതിൻ്റെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. യെസ്. അതുപോലെ ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടു നോക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ദെൻ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ബൈ.